പാഠം 794. അന്തം വിട്ട ചില കണക്ക് കൂട്ടലുകൾ. ഓഫീസ് വെക്കോ? അതിന് ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഷർട്ട് മുഴുവൻ തേച്ചിട്ടില്ല. ഇതെല്ലാം ചെയ്യാൻ ഞാനൊരു ഒറ്റ ആള് മാത്രമല്ല ഇവിടെ ഉള്ളൂ. എക്സിൽ അരയ്ക്കായിരുന്നെങ്കിൽ ഇതിന്റെ പകുതി നേരം കൊണ്ട് എന്റെ ജോലിയെല്ലാം തീർത്താനെ. പക്ഷെ മോഹനേട്ടൻ സമ്മതിക്കൂല്ലോ. കല്ലിൽ അരച്ചാലേ രുചി ഉണ്ടാവൂ എന്നാണല്ലോ സാറിന്റെ ശാസ്ത്രം. കല്ലിൽ അരയ്ക്കുമ്പോ സമയമൊക്കെ എടുക്കും. ഇത് അരച്ചു ചേർന്നിട്ട് ഞാൻ വന്ന് ഷർട്ടും കൊണ്ട് തേച്ചുതരാം. എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് ന്യായമുണ്ട്. എങ്ങനെ ഉണ്ടാവായിരിക്കും? നീ ഒരു വൈക്കോലാണല്ലോ. ഞാൻ പറഞ്ഞാൽ എന്തൊരു തെറ്റുണ്ടോ മോനേട്ടാ? എന്നോട് ഇവിടെ നിന്ന് തർക്കിക്കുന്ന നേരം ഉണ്ടായിരുന്നെങ്കിൽ മോഹനേട്ടൻ എന്നെ ആ ഷർട്ടും മുണ്ടും തേക്കാമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ചെയ്യൂല. ഒരുപാട് സംസാരിക്കാതെ ഇത് തീർത്തിട്ട് വേഗം വന്ന് എന്റെ ഷർട്ട് മുണ്ടും തേച്ചു തരൂ. ആണി 9 കഴിഞ്ഞു. മോനേട്ടാ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു. ഇന്നലെ ഞാൻ മാധവൻ സാറിനെ പരിചയപ്പെട്ടു. ഏത് മാധവൻ സാറ്? അഡ്വക്കേറ്റ് KR മാധവൻ. മോഹനേട്ടൻ കേട്ടിട്ടുണ്ടാവും. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് വാദിക്കുന്ന വക്കീല. എന്റെ മോഹനേട്ടാ പരിചയപ്പെടേണ്ട ആളാണ്. എന്താ അറിവ്, എന്താ ബുദ്ധി. ഒരു 5 മിനിറ്റ് സംസാരിച്ചാലേ നമുക്ക് ആരാധന തോന്നിപ്പോ. സിനിമാ നടനാവാൻ പോയിരുന്നെങ്കിലേ സാർ അവിടെ ആളായെന്നെ. 6 അടി പൊക്കം, കാഴ്ചയിലോ സുന്ദരൻ. പെമ്പിള്ളേരൊക്കെ അന്തം വിട്ട് നോക്കിയൊന്നു പോവില്ലേ? എന്നോട് സാർ കൊറേ സംസാരിച്ചു. എന്ത് രസാണ് സാർ സംസാരിക്കുന്നത് കേൾക്കാനെന്നറിയാമോ? സാറ് പോയി കഴിഞ്ഞപ്പോ വിദ്യാലക്ഷ്മിയും ഗായത്രിയും ഓടി വന്നതിനോട് ചോദിക്കുക, മാധവൻ സാർ എന്താ പറഞ്ഞ സത്യഭാമയെന്ന്. പെണ്ണുങ്ങൾക്കൊക്കെ എന്നോട് ഭയങ്കര അസൂയല്ലേ? അസൂയുണ്ടാവാതിരിക്കും മോനേട്ടാ. മാധവൻ സാറ് വന്ന ദിവസം അതിന് പുള്ളിക്കാരനോടൊന്നും മിണ്ടാനും പരിചയപ്പെടാനുമായിട്ട് പല വഴി നോക്കാണ് പലരും. പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ പെട്ടെന്ന് ഇണങ്ങുന്ന ആളല്ല. വലിയ ഗൗരവക്കാരനാ. ആവശ്യത്തിന് മാത്രം സംസാരം. വലുതായിട്ടേ ഒന്ന് ചിരിക്കുകൂടിയില്ല. ഞാനും അങ്ങനെ തന്നെയാണല്ലോ. അതെ, പക്ഷെ മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസറല്ലേ. മാധവൻ സാറോ സുപ്രീം കോടതി പോയി കേസ് നടത്തുന്ന ഒരാൾ. സുപ്രീം കോടതിയിലൊക്കെ കേസ് വാദിച്ച് ജയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധി വേണ്ടേ? വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെങ്കിലും ഭയങ്കരമായ ബുദ്ധി വേണം. എന്തിന്? കാര്യം തീർത്ത് രസീത് കൊടുക്കാനോ? എന്റെ മോഹനേട്ടാ ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ലല്ലോ. ചെയ്യേണ്ടത് എന്താണെന്ന് സർക്കാർ ചട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങ് ചെയ്താ പോരെ. പക്ഷേ ഒരു കേസ് വാദിക്കുന്നത് അങ്ങനെയാണോ? വക്കീലിന്റെ കഴിവും ബുദ്ധിയും കൊണ്ട് മാത്രമാണ് കേസ് ജയിക്കുന്നത്. ആള് ഭയങ്കര ഗൗരവക്കാരനാണെങ്കിലും ഇന്നലെ എന്നെ കണ്ടപ്പോ ഒരു ഗൗരവവും കാണിച്ചില്ല. ചിരിയും തമാശയൊക്കെ ആയിരുന്നു. സത്യം പറയാലോ മോഹനേട്ടാ, മാധവൻ സാറിനോട് സംസാരിക്കാൻ ഭയങ്കര രസം തന്നെയാണ്. പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ കൊഞ്ചുകയും കുഴയുകയും ചെയ്യുന്നത് ഒരുതരം ഞരമ്പ് രോഗമാണ്. അത്തരക്കാരന്മാരെ വളരെയധികം സൂക്ഷിക്കണം. നീ എന്നെ കണ്ടുപിടിക്ക്. ഒരു പെണ്ണിന്റെ മുന്നിൽ ചിരിക്കാനും കൊഞ്ചാനും ഒന്നും മോഹനേട്ടൻ സാർ പോകാറില്ല. അതിനുള്ള കഴിവ് ഇപ്പൊ മോഹനേട്ടൻ ഇല്ല അല്ലേ? ഞാനൊരു വില്ലേജ് ഓഫീസർ. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ വില്ലേജ് ഓഫീസർ പോയിട്ട് ആ ഫോൺ ഒന്ന് എടുക്ക്. ഹലോ, അതെ, കൊടുക്ക. ഇപ്പോൾ വരും. ആരാ മോനേട്ടാ? ചോദിച്ചില്ലേ? ഹലോ, മാധവൻ സാറോ? അയ്യോ, ഞാൻ സാറിനെ പറ്റി ഇപ്പൊ മോഹനേട്ടനോട് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അങ്ങനെയൊന്നുമില്ല. എന്താ സാർ രാവിലെ? അയ്യോ, സത്യാണോ സാർ? അതെന്ത് ചോദ്യ സാർ? സാറിനോട് ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ ഒരു മഹാഭാഗ്യല്ലേ. ഞാൻ റെഡി.
ശരി സാർ, ഞാൻ കൃത്യം 10:30 ആകുമ്പോഴേക്കും സാറിന്റെ ഓഫീസിലേക്ക് വന്നോളാം. ഓ ശരി. മോഹനേട്ടാ, നമ്മളിപ്പോ മാധവൻ സാറിന്റെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. കൃത്യം മാധവൻ സാറാണ് വിളിച്ചത്. ഒരു പുതിയ കേസുണ്ട്, അതിൽ സാറിനെ ഒന്ന് സഹായിക്കാവോന്ന്. മാധവ സാറിനെ പോലെ ഒരാളുടെ കൂടെ കേസ് നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ? എന്നാൽ എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നേരിട്ട് കേട്ട കാര്യം വിശ്വസിക്കാതിരിക്കുന്ന എങ്ങനെയാ? എന്റെ സമയം തെളിഞ്ഞു മോഹനേട്ടാ. ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി വച്ചടി കയറ്റമായിരിക്കും. ഏതോ ഒരു വക്കീലിലൂടെ ഏതോ ഒരു നിസ്സാര കേസ് വാദിക്കാൻ പോകുന്നതിനാണോ നീ ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത്? എനിക്കൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. മോഹനേട്ടന് തോന്നൂല. കാരണം കോടതിയെ പറ്റിയും കേസിനെ പറ്റിയും ഒന്നും മോഹനേട്ടൻ ഒന്നും അറിഞ്ഞൂടല്ലോ. വക്കീലന്മാരുടെ ഇടയിൽ മാധവൻ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സിംഹമാണ്, സിംഹം. അതറിയാമോ മോഹനേട്ടൻ? അങ്ങനെയുള്ള മാധവൻ സാറിന് ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കേസായിരിക്കില്ല. ഇത് മിക്കവാറും എന്തെങ്കിലും കൊലപാതക കേസായിരിക്കും. അതുറപ്പാ. ഒരു കൊലപാതക കേസ് ഇവിടെ മിക്കവാറും ഉണ്ടാവും. അതാണ് ഇത്ര വലിയ കാര്യം. എനിക്കാണ് വലിയ കാര്യം. മാധവൻ വക്കീൽ എന്റെ കൈ കൊണ്ട് ചാവുന്ന ലക്ഷണം. ആ മോഹനട്ടാ, ഇന്ന് വക്കീലാഫീസിലേക്ക് ചെല്ലുമ്പോഴേ ഞാനായിരിക്കും താരം. ഞാൻ മാധവൻ സാറിനോട് ജോലി ചെയ്യുന്ന കാര്യം കേട്ടിട്ടുണ്ടെങ്കിലേ എല്ലാരും ഞെട്ടൂലോ. ഈ മാധവൻ എന്ന് പറയുന്ന ആൾ ബില്ലാദനൊന്നും അല്ലല്ലോ, ഒരു വൈക്കോലല്ലേ. അയാളിവിടെ ജോലി ചെയ്യുന്ന കാര്യമൊക്കെ ആളുകൾ ഞെട്ടുന്നതിനാ. ഇതാണ് മോഹനേട്ടന് കേസിനെ പറ്റിയും കോടതിയെ പറ്റിയും വക്കീലന്മാരെ പറ്റിയും ഒന്നും അറിഞ്ഞൂടാന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് തന്നെ ആവശ്യമില്ലല്ലോ. കോടതിയെ പറ്റിയും വക്കീലന്മാരെ പറ്റിയൊക്കെ അറിയേണ്ടത് കള്ളന്മാർക്ക് കൊലപാതകൾക്കാ. ഞാൻ ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസറാണ്. എനിക്ക് ഈ പോലീസ് എന്നും കോടതി എന്നും കേൾക്കുന്നത് എന്നെ ഇഷ്ടമല്ല. കള്ളന്മാരും കൊലപാതകങ്ങളും മാത്രമല്ലല്ലോ മോഹനേട്ട കോടതി വരുന്നത്. ഇപ്പൊ മോഹനേട്ടന്റെ കാര്യം തന്നെ എടുക്കാം. മോഹനേട്ടന് അർഹമായ ഒരു പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് തന്നെ കരുതുക. മോഹനേട്ടൻ എന്ത് ചെയ്യും? കോടതിയിൽ പോവും. നമ്മുടെ ന്യായമായ അവകാശങ്ങൾ ലഭിക്കാതെ വരുമ്പോ പരാതിപ്പെടാൻ കോടതിയിൽ അല്ലാത്ത വേറെ സ്ഥലമുണ്ടോ നമുക്ക്? എന്നാലും മാധവ് സാറിനോട് കേസ് നടത്താൻ എനിക്കൊരു അവസരം കിട്ടിയെന്ന് അറിഞ്ഞിട്ടും മോഹനേട്ടൻ ഒരു സന്തോഷമില്ലല്ലോ. അതാണ് കേട്ടോ കഷ്ടം. വലിയ കാര്യം തന്നെയാണ് മോഹനേട്ട. ഒരു മാസം മാധവ സാറിനോട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാമോ? ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ സാറിനോട് ജോലി ചെയ്യുന്നുള്ള പേരും പ്രശസ്തിയും അതൊരു ചെറിയ കാര്യമാണോ? എന്ത് തന്നെ ആയാലും ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യ എന്ന പ്രശസ്തിയേക്കാൾ വലുതല്ലല്ലോ അത്. അല്ല മോഹനേട്ടൻ എന്താണ് കരുതി വെച്ചിരിക്കുന്നത്? ഞാൻ കാന്തല്ലൂർ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ ഭാര്യയാണെന്ന് എത്ര പേർക്കറിയാം? കഷ്ടിച്ച ഈ കാന്തല്ലൂരിലുള്ളവർക്ക്. പക്ഷെ മാധവ് സാറിന്റെ ജൂനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്ത്യ മുഴുവനും അറിയും. സാറിന് എന്നെ ഇഷ്ടപ്പെട്ട ചിലപ്പോ ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ കേസിന് കൂടിയും എന്നെ കൊണ്ടുപോകായിരിക്കും. അല്ല, സാറിന് എന്തായാലും എന്നെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ഇന്നലെ എന്നോട് അത്രയും സംസാരിച്ചും ഇന്നിങ്ങോട്ട് ഫോൺ വിളിച്ചതും. നീ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാ ചെയ്യുന്ന ജോലി ശ്രദ്ധിക്കാൻ പറ്റില്ല. ശ്രദ്ധയില്ല, തുണി വെച്ചും ഷട്ടൂല കത്തി പോകണ്ടല്ലോ. എന്റെ സോമർ പറഞ്ഞേക്കാം. നമസ്കാരം സാറേ. ഇന്ന് സാർ ഓഫീസ് പോകുന്നില്ലേ? മണി ഏതാണ്ട് 9 ആയല്ലോ. ഞാൻ എന്നും 9:38 ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇന്നും അതേ സമയം തന്നെ പുറപ്പെടും. രാവിലെ അല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് വക്കീലൊന്ന് കാണണമായിരുന്നു സാറേ. അത് നമ്മുടെ സുദർശന്റെ ഒരു കേസുണ്ട്. ഇപ്പോൾ കേസിന്റെ കാര്യം സംസാരിക്കാൻ പറ്റില്ല. കാരണം അവൾ എന്റെ ഷർട്ടും മുണ്ടും തേച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ കേസിന്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് 9:38 ഇവിടെ നിന്ന് പുറപ്പെടാൻ കഴിയില്ല. അല്ല സാറേ, എനിക്കൊരു 2 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഈ വക്കാലത്ത് ഒപ്പിടുന്നതിനെ പറ്റി ചോദിക്കാനാ. ഉത്തമന് അത്രയും സമയം മതിയായിരിക്കും. പക്ഷേ
ഉത്തമനെ കാണുമ്പോൾ അവൾ മാധവൻ വക്കീലിന്റെ കഥയും പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ സമയം പോവില്ലേ? മാധവൻ വക്കീല അതാര്? ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ കേസ് വാദിക്കുന്ന ഒരു പുതിയ വക്കീൽ എന്നാണ് അവള് പറഞ്ഞത്. ഓ പക്ഷെ പറഞ്ഞിടത്തോളം ആള് ശരിയല്ല. സ്ത്രീകളെ വശീകരിക്കലാണ് അയാളുടെ പ്രധാന ജോലി. അയ്യേ എന്തായേ? അയാളെ പറ്റി പറയുമ്പോ ഭാമിക്ക് 100 നാവാ. അയാൾ മഹാനാണ്, ബുദ്ധിമാനാണ്, സുന്ദരനാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെയാണ് ഭാമ പറയുന്നത്. ഓ അയാളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാമെന്നൊക്കെയാണ് ഭാമ പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞു കാണൂല. പറഞ്ഞു. ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി അന്യനെ പുകഴ്ത്തി പറയുന്ന ഉത്തമം കേട്ടിട്ടുണ്ടോ? എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ആട്ടിച്ചവളുടെ പല്ല് കളയട്ടെ. എന്റെ സാറേ, ഇത്തരം കേസുകളിൽ തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. സാർ വക്കീലിനെ തല്ലിക്കഴിഞ്ഞാൽ വക്കീല് സാറിനോടുള്ള ദേഷ്യം കൂടുകയും ചെയ്യും. ആ വക്കീലിന്റെ പേരെന്തെന്ന് സാറേ? അതെ, ആ മാധവൻ വക്കീലോടുള്ള ഇഷ്ടം കൂടുകയും ചെയ്യും. അത് ഭയങ്കര റിസ്ക് ആണ്. ഇത്തരം സാഹചര്യങ്ങളിൽ സാറിനെ പോലുള്ള ഒരാളിന് ദേഷ്യം വരും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ വളരെ തന്ത്രപരമായിട്ട് വേണം ഇത് നേരിടാൻ. വക്കീല് വേറൊരാളിനെ കുറിച്ച് സാറിനോട് നല്ലത് പറഞ്ഞു. സാറിനത് ഇഷ്ടപ്പെട്ടില്ല. തിരിച്ച് സാർ എന്തോ ചെയ്യണം? വേറെ ഏതെങ്കിലും പെണ്ണിനെ പറ്റി വക്കീലിനോട് പറയണം. വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന് സാറിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു നോക്ക്. വക്കീല് ഉറഞ്ഞു തുള്ളും. അപ്പോ സാറ് വക്കീലിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്ങനെയുണ്ട്? സംഗതി കൊള്ളാം. പക്ഷേ എനിക്ക് വേറെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടില്ല, നമുക്കറിയാലോ. സാറിന് ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ വേറൊരു പെണ്ണിന് സാറിനെ ഇഷ്ടപ്പെടാമല്ലോ. അത് നമ്മൾ വിശ്വസിക്കില്ല. സാറ് പറഞ്ഞാലല്ലേ വിശ്വസിക്കാതിരിക്കുള്ളൂ. ഞാൻ പറഞ്ഞാലോ? എന്നുവെച്ചാ അതെല്ലാം ഞാൻ ഏറ്റു. ഞാൻ വക്കീലിന്റെ മുമ്പിൽ നൈസായിട്ട് കാര്യം അവതരിപ്പിക്കുന്നു. സാർ ആ ഭാഗത്തേക്ക് വരാതിരുന്നാ മാത്രം മതി. കുഴപ്പാവൂ? എന്തു കുഴപ്പം? സാറ് ഒന്നും അറിയാത്ത പോലെ അകത്തേക്ക് വിട്ടോ. നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടിട്ടേ ഇല്ല. ഓക്കെ? ആ പിന്നെ സാറേ, ഞാൻ കഥ പറയുമ്പോ ചെറുതായിട്ടൊന്ന് പൊലിപ്പിക്കും. എന്ത് വേണേലും കാണിച്ചോ. ഭർത്താവിനോട് മറ്റൊരു പുരുഷനെ പറ്റി പറയുന്നതിന്റെ മര്യാദ കേട് അവൾക്ക് മനസ്സിലാവണം. ഇനി ഒരിക്കലും അവള് വേറൊരാളെ പറ്റി എന്റെ അടുത്ത് പുകഴ്ത്തി പറയരുത്. ഏറ്റു. ഓക്കെ. ആരെ പറ്റി ഒരു കഥയുണ്ടാക്കും? അത് മതി. എത്ര നേരമായി പാമേ? ഇതുവരെ ഉദ്ദേശിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇതായിരിക്കുന്നു ഷർട്ട്, ഇതായിരിക്കുന്നു മുണ്ട്. വേഗം ഡ്രസ്സ് മാറി വന്ന് ഞാൻ കഴിക്കാൻ എടുത്തു തരാം. മോഹനായിട്ട് പോയിട്ട് വേണം എനിക്ക് ഒരുങ്ങി ഓഫീസിൽ പോവാൻ. ഇപ്പൊ തന്നെ സമയത്തായി 9:15. 10:30 വക്കീലാഫീസിലെത്താന്ന് മാധവ് സാറിന്റെ അടുത്ത് ഞാൻ പറയുന്നത് മോഹനായിട്ട് തന്നെ കേട്ടതല്ലേ. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ സാറ് ഭയങ്കര കണിശക്കാരനാ. മോഹനായിട്ടിനെ പോലെയാണോ മാധവൻ സാറ്? പല കോടതികളിലായി 100 കേസ് ഇപ്പഴേ ഉണ്ട്. എന്തോരം തിരക്കുള്ളയാളാ സാറ്. അപ്പൊ പിന്നെ കൃത്യനിഷ്ഠ ഉണ്ടായാലേ പറ്റൂ. മോഹനായിട്ട് ഓഫീസിലെല്ലാം 10 മിനിറ്റ് താമസിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാര് പറഞ്ഞു? വില്ലേജ് ഓഫീസ് ഒരു സർക്കാർ ഓഫീസാണ്. വക്കീൽ ഓഫീസ് അങ്ങനെയല്ല. തോന്നുമ്പോ കയറി ചെന്നാ മതി. ആര് ചോദിക്കേ? നല്ല രസമായിരിക്കും. മാധവൻ സാറിന്റെ അടുത്ത് വൈകിയെങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിലേ അത് മതി എന്നെ പിടിച്ച് പുറത്താക്കാൻ. എന്തായാലും ഇങ്ങനൊരു അവസരം കിട്ടിയിട്ട് ഞാനായിട്ട് അത് കളയില്ല. എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും മാധവൻ സാറിന്റെ ഇഷ്ടം ഞാൻ പിടിച്ചു പറ്റും. സാറിന് എന്നെ ഇഷ്ടമായ പിന്നെ ഞാൻ രക്ഷപ്പെട്ടില്ലേ. ഉത്തമനാണല്ലോ. വല്ല പെറ്റി കേസുമായിട്ട് വന്നായിരിക്കും. എനിക്കിനി അത്തരം കേസുകളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞാൻ മാധവൻ സാറിന്റെ ജൂനിയർ ആവാൻ പോവുകയല്ലേ. എന്തായാലും ഈ സന്തോഷ വാർത്ത ആദ്യം ഉത്തമനോട് തന്നെ പറയാം. നമസ്കാരം വക്കീലേ. ഞാന് സുദർശന്റെ കേസിന്റെ കാര്യം പറയാനാണ് വന്നത്. അവൻ ഇന്ന് ഉച്ചയ്ക്ക് വക്കീൽ ഓഫീസിലോട്ട് വന്നാ വക്കാലത്ത് ഒപ്പിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇന്ന് പ്രയാസമായിരിക്കും ഉത്തമ. ഞാൻ അതിനേക്കാട്ടിലുമൊക്കെ വലിയൊരു കേസിന് പുറകില്ല. അതെന്ത് കേസ്? അതൊക്കെ ഉണ്ട് ഉത്തമ.
ഈ ഒരു കേസിലൂടെ അഡ്വക്കേറ്റ് സത്യഭാമയുടെ ജാതകം തന്നെ മാറാൻ പോവല്ലേ? കാര്യം പറഞ്ഞ ഉത്തമൻ എനിക്ക് ഒരുപാട് കേസുകൾ പിടിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് ഉത്തമൻ കൊണ്ടുവരുന്ന കേസുകളെല്ലാം ബാധിക്കാനുള്ള സമയം എനിക്ക് കിട്ടുമെന്നാണ് സംശയം. അപ്പൊ കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ടല്ലോ വക്കീലേ. ആ പറയാ. എന്തായാലും സുദർശനുമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് എന്തായാലും വരാൻ പറയൂ. ഇന്ന് വേണ്ട, നാളെ വന്നാ മതി. അപ്പൊ ശരി വക്കീലേ. സാറില്ലേ, കണ്ടില്ല? ആ ഓഫീസിൽ പോവാനോ മറ്റോ റെഡിയാവുക. സാറേ, ഒരു സംഭവം തന്നെയാണ് കേട്ടാ. ഓരോരുത്തർക്ക് സാറിനോട് എന്ത് ബഹുമാനമാണെന്നറിയാമോ? സാർ ഒരു കടുംപിടുത്തക്കാരനും ദേഷ്യക്കാരനുമാണെന്നുള്ള നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല വക്കീലേ. അങ്ങനെയല്ല മോഹനേട്ടൻ. ഉത്തമ, മോഹനേട്ടന്റെ സ്വഭാവത്തെ പറ്റി ഉത്തമൻ എന്നെ പഠിപ്പിക്കാൻ നിൽക്കുകയാണോ? അല്ല, വക്കീല് സാറിന്റെ ഭാര്യയാണല്ലോ. ഭാര്യയുടെ അടുത്ത് എല്ലാ ഭർത്താക്കന്മാരും കടുംപിടുത്തം പിടിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും. പക്ഷേ മറ്റുള്ളവരുടെ അടുത്ത് അങ്ങനെ ആവണമെന്നില്ലല്ലോ. എന്നുവെച്ചാ ഞാൻ പറയാൻ വന്നതേ വില്ലേജ് ഓഫീസർ സ്വയംപ്രഭ സാറിന്റെ കാര്യമാണ്. പ്രഭ സാറേ, മോഹനേഷ് സാർ എന്ന് പറഞ്ഞാൽ മരിക്കും. ഇന്നലെ സ്വയംപ്രഭ സാർ എന്റെ അടുത്ത് പറയാണ്, മോഹനകൃഷ്ണ സാറിനോടൊപ്പം ജോലി ചെയ്യാൻ പറ്റിയത് എന്റെ പ്രഭ സാറിന്റെ ജീവിതത്തിലെ ഭാഗ്യമാണ് എന്ന്. ഈ ജീവിതകാലം മുഴുവൻ ഇനി മോഹനേഷ് സാർ ജോലി ചെയ്യുന്ന ഓഫീസിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റണേ ഈശ്വരാ എന്നും പറഞ്ഞും കൊണ്ട് അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി വരെ കഴിച്ചു കളഞ്ഞു പ്രഭ സാറ്. സത്യം? ആ, ഈ പ്രഭ സാറിനോട് മോഹനേഷ് സാറിനൊരു വാത്സല്യം ഉണ്ട്. പ്രഭ സാറിന് ഒരു കാര്യത്തിലും വഴക്ക് പറയൂല. വൈകിട്ട് നേരത്തെ പോകാൻ സമ്മതിക്കും. പ്രഭ സാറിന്റെ കയ്യിൽ നിന്ന് ചെറിയ തെറ്റൊക്കെ വന്നു കഴിഞ്ഞാലും സാറങ്ങ് കണ്ണടച്ച് കളയും. ഇന്നലെ കണ്ടപ്പോ ഞാൻ പ്രഭ സാറിന്റെ അടുത്ത് കല്യാണത്തിന്റെ കാര്യം ചോദിച്ചു. ഞാൻ തന്നെ നേരത്തെ 1-2 കല്യാണാലോചനകൾ പ്രഭ സാറിന് കൊണ്ടുവന്നാണല്ലോ. പ്രഭ സാറിന് പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ എന്റെ അടുത്ത് പറയാണ്, കണ്ടാൽ സുന്ദരനായ, മാന്യനായ, സത്യസന്ധനായ മോഹനേഷ സാറിന്റെ കൂടെയല്ലേ ഉത്തമ ഞാൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ വേറെ ഏത് ആണിനെ കണ്ടാലും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടൂല എന്ന്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാലോ വക്കീലേ. പ്രഭ സാറിന്റെ ആ മാതിരിയുള്ള വർത്തമാനം കേട്ടപ്പോ കാമുകി കാമുകനോട് വർത്തമാനം പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയൊക്കെ പറഞ്ഞു? പറഞ്ഞെന്നേ, എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയില്ലേ പറഞ്ഞത്. എങ്കിൽ പിന്നെ പ്രഭയെ വിളിച്ചാന്ന് ചോദിച്ചു. അത് വേണ്ട. അയ്യേ, അതൊക്കെ എന്തിനാണ്? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ട്. മോഹനേട്ടനെ പോലെ ഒരാളെ കിട്ടൂന്ന് പറഞ്ഞിട്ടിരുന്നിട്ടുണ്ടെങ്കിലേ ഒടുവിൽ കല്യാണം നടക്കൂലെന്ന് ഞാൻ തന്നെ പോയി പറഞ്ഞോളാം. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ ഒരു സഹായം ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാവൂല വക്കീലെ. അതെ, ഞാനും പ്രഭ സാറും തമ്മിലുള്ള അടുപ്പം വെച്ച് പ്രഭ സാറ് എന്റെ അടുത്ത് പറഞ്ഞ കാര്യമല്ലേ ഇത്. അത് ഞാൻ വന്ന് വക്കീലിനോട് പറഞ്ഞു ഒന്ന് പ്രഭ സാർ അറിഞ്ഞു കഴിഞ്ഞ മോശമല്ലേ. എന്തായിരുന്നാലും വിളിച്ചു ചോദിക്കാനൊന്നും പോണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെ ഉത്തമ? നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഇല്ല, ഇതുവരെയായിട്ട് മോഹൻ ഡ്രസ് മാറിയില്ലേ? മണി എത്രയാന്നാ കരുതിയിരിക്കുന്നേ? ഓഫീസിലൊന്നും പോകുന്നില്ലേ? എന്നാ പിന്നെ പെട്ടെന്നാവട്ടെ, എനിക്കൊരു ഫോൺ വിളിക്കാനുണ്ട്. അയ്യോ സാറേ, കളി കയ്യിന്ന് പോയെന്ന് വക്കീല് പ്രഭ സാറിനെ വിളിക്കാനാണ് ദൂരെ പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം വക്കീല് പ്രഭ സാറിനോട് ചോദിച്ചാ പിന്നെ സാറിന് ഓഫീസിൽ പോകാൻ പോലും പറ്റൂല. പ്രഭ സാറിന്റെ സ്വഭാവം അറിയാലോ. ഇതുമല്ലൊക്കെ പറഞ്ഞത്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നു, അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടേ എന്ന്. അയ്യോ സാറ് പറഞ്ഞിട്ടില്ല ഞാൻ ഇതെല്ലാം അവിടെ ഉണ്ടാക്കി പറഞ്ഞത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ ഉത്തമന്റെ മണ്ടത്തിനെ കൊണ്ട് പറ്റിയല്ലേ. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഉത്തമ സ്ഥലം നോക്ക്. പറഞ്ഞെന്ന് ഞാൻ പറയാ. ഇയാളെ സഹായിക്കുമ്പോ എന്നെ പറഞ്ഞാ മതിയല്ലോ. ഈശ്വര, പ്രഭ സാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആളെ വിട്ട് തല്ലിക്കും. വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, അത്ര തന്നെ. ഇനിയൊന്നും പറയേണ്ടത് പറഞ്ഞില്ലേ? സ്വയംപ്രഭയായിരുന്നു. അവളുടെ വേഷം കെട്ടിലെ കൈ വെച്ചാ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭർത്താവിനോട് എനിക്കില്ലാത്ത സ്നേഹം സ്വയംപ്രഭയ്ക്ക് ഉണ്ടാവേണ്ട കാര്യം എന്താ? നിന്നോട് ആരാ സ്വയംപ്രഭ വിളിച്ചിങ്ങനെ പറയാൻ പറഞ്ഞ?
ഏതെങ്കിലും ഒരു പെണ്ണ് മോഹനേട്ടന്റെ കാര്യത്തിൽ അമിത താല്പര്യം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പൊ ഓഫീസിൽ ചെല്ലുമ്പോ ഇതിന്റെ പേരിൽ അവള് കൊഞ്ചാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്ന് കൊടുക്കണ്ട. അങ്ങനെ വല്ലതും ഉണ്ടായിന്ന് ഞാൻ അറിഞ്ഞു. ഈശ്വര, സ്വയം പ്രഭ ഇന്നെ നാണം കെടുത്തി തന്നെ. ഉത്തമന്റെ വാക്കുകിടാനുള്ള ശിക്ഷയായത്. നീ എങ്ങനെ വലിയ ഓഫീസിലേക്ക് ചെല്ലും? ഇത് എത്ര മണിക്കാ സ്വയംപ്രഭ സംഭവം? രാവിലെ 9 മണി കഴിഞ്ഞു കാണും. ഓഫീസിലേക്ക് പോരാൻ വേണ്ടി ഞാൻ ധൃതിയിൽ അടുക്കള പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ ഫോൺ ബെല്ലടിച്ചത്. എന്നിട്ട് സത്യം പറഞ്ഞ ആ നേരത്ത് വരുന്ന ഒരു കോൾ ഞാൻ എടുക്കാറില്ല. വീട്ടിലെ തിരക്കിനിടയിൽ ഫോൺ കോളും കൂടെ എടുക്കാൻ പോയാൽ ഒന്നും നടക്കില്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി എന്തോ പ്രധാനപ്പെട്ട കോളായിരിക്കുമെന്ന്. അതാ ഞാൻ ഫോൺ എടുത്തത്. നമസ്കാരം സാർ. എന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം. സുശീലിന്റെ സർട്ടിഫിക്കറ്റ് ഇന്നലെ എഴുതി വെച്ചിരിക്കുകയാണല്ലോ. നീ എന്താ ഇന്നലെ വന്ന് വാങ്ങിക്കൊണ്ട് പോകാത്തെ? ഇന്നലെ കുറച്ച് തിരക്കായി പോയി സാറേ, അതുകൊണ്ടാ വരാഞ്ഞത്. ഇതാ ശിശുപാലൻ ചേട്ടാ ആൾക്കാരുടെ ഒരു രീതി. ഓരോ സർട്ടിഫിക്കറ്റിനായി ഇവിടെ വന്ന് ധൃതി കൂട്ടി നമ്മളെ ശ്വാസം മുട്ടിക്കും. സർട്ടിഫിക്കറ്റ് എഴുതി വെച്ച് കഴിയുമ്പോഴോ ആളെ കാണുകയില്ല. മോനേഷ് സാർ പ്രത്യേകം പറഞ്ഞിട്ടാ ഇന്നലെ തന്നെ സുശീലിന്റെ സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചത്. നീ ഇന്നലെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ലെന്നറിഞ്ഞാൽ സാറിന്റെ സ്വഭാവം മാറും. ഏതായാലും സാറ് വരുന്നതിന് മുമ്പ് നീ വന്നത് നന്നായി. ഈശ്വര, സ്വയം പ്രഭയെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ആഫീസിൽ ആരെങ്കിലും ഉള്ള നേരത്ത് അവള് വല്ലതും പറഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സുശീലനല്ലേ അത്? എന്താണോ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുന്നത്? നമസ്കാരം സാർ. ഇന്നലെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റിയില്ല. ഒരു അത്യാവശ്യത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോ 6 മണിയായി. അതാ വരാഞ്ഞത്. പിന്നെ സ്വയം പ്രഭ സാറിനെ പറ്റി പറയായിരുന്നു. അല്ല, സർട്ടിഫിക്കറ്റ് ഇന്നലെ വാങ്ങിയില്ല എന്ന് സാർ അറിഞ്ഞാൽ വഴക്ക് പറയുമെന്ന്. ഞാനെന്തിനാ വഴക്ക് പറയുന്നത്? നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചു, ഞാനത് എഴുതി വെച്ചു. അത് വാങ്ങിക്കൊണ്ട് പോണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലേ? അത് ശരിയാ. പിന്നെ ഈ സ്വയംപ്രഭ എന്നെ കുറിച്ച് വേറെന്തെങ്കിലും പറഞ്ഞോ? വേറെ എന്തെങ്കിലുമോ? അല്ല, എന്തെങ്കിലും ഫോൺ വിളിയുടെ കാര്യമോ മറ്റോ? അത് ഞാൻ കേറി ചെല്ലുമ്പോ അവരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ കണ്ടപ്പോ അവരങ്ങ് നിർത്തി. ഞാൻ പറട്ടെ സാറേ. പക്ഷെ സുശീലിനോട് സംഭവം പറയാത്ത സ്ഥിതിക്ക് നാട്ടിൽ എന്നെ നാറ്റിക്കാൻ സ്വയംപ്രഭയ്ക്ക് ഉദ്ദേശമില്ല. ഈശ്വര, ഒരു പ്രതീക്ഷയില്ലാത്ത നേരത്ത് ഇങ്ങനെ ഒരു കോള് വന്ന ആരായാലും ഒന്ന് അന്തം വിടില്ലേ? അതാ എനിക്കും പറ്റിയത്. എന്തായാലും പ്രൊഫസറിനെ വിളിക്കാൻ മാത്രം എന്ത് കാര്യമെന്നാ ഞാൻ ആലോചിക്കുന്നത്. കാര്യമെല്ലാം വിശദീകരിച്ച് പറഞ്ഞില്ലേ ശിശുപാലൻ ചേട്ടാ? ഇത് പുറത്തു പറഞ്ഞാൽ വേറെ ആരെങ്കിലും വിശ്വസിക്കോ? സ്വയംപ്രഭേ, നമസ്കാരം സാർ. സ്വയംപ്രഭ ശിശുപാലനോടും കാഞ്ചനോടും സംസാരിച്ചുകൊണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ 100% നിരപരാധിയാ. സത്യത്തില് എല്ലാ പ്രശ്നവും ഉണ്ടാക്കി ഉത്തമനാ. ഉത്തമൻ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു മനസ്സറിവുമില്ല. ഉത്തമനോ? അതെ ശിശുപാല, നമ്മള് ചിലരെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. അവര് പക്ഷേ നമ്മളെ പറ്റി അപവാദങ്ങളൊക്കെ പറഞ്ഞിരിക്കും. മാമയുടെ മുമ്പ് ആളാൻ വേണ്ടി ഉത്തമൻ എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ഞാൻ അത്രക്കാരനല്ലെന്ന് കരുതേണ്ട കാര്യമേ പാമയ്ക്കുണ്ടായിരുന്നുള്ളൂ. അതെ അതെ. പിന്നെ പാമയും ഒരു സാധാരണ പെണ്ണല്ലേ, ഒക്കെ ഉത്തമൻ പറഞ്ഞ പോലെ അങ്ങ് വിശ്വസിച്ചു. ഈ കാര്യത്തിൽ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സത്യമായിട്ടും സ്വയംപ്രഭ വിശ്വസിക്കണം. വേറൊന്നും എനിക്ക് പറയാനില്ല.
സാർ എന്ത്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈശ്വര, ഇതൊന്നും എന്റെ തെറ്റല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഈ വിഷയത്തിൽ ഒരു സംസാരം വേണ്ട. കഴിഞ്ഞു. ഓരോന്നും പറഞ്ഞോണ്ടിരിക്കാതെ ജോലിയാ നോക്ക്. ഇത്രയും കാലം ഈ ആഫീസ് ജോലി ചെയ്തിട്ട് ഇതുപോലൊരു നാണക്കേടുണ്ടായിട്ടില്ല. ഇത്ര കഷ്ടം. സാർ ഈശ്വര, എന്താ? എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കുഴപ്പം എന്റെ എല്ലാ ഉത്തമന്റെ ആണെന്ന് ഞാൻ താങ്കളോട് പറഞ്ഞായിരുന്നല്ലോ. ഇനി എന്താ? സാർ എന്നോട് സംസാരിച്ച എന്താണെന്നും എന്തിനാണെന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് സാറിനോട് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. എന്തായാലും രാവിലെ കളക്ടറേറ്റിൽ നിന്ന് കളക്ടറുടെ PA എന്നെ വിളിച്ചിരുന്നു. എന്തിന്? സാറിന്റെ വീട്ടിലെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാ പറഞ്ഞത്. പിന്നെ താലൂക്ക് ഓഫീസിലെ സഹദേവൻ സാറിനെ വിളിച്ചിട്ട് എന്റെ നമ്പർ വാങ്ങിയാ എന്നെ വിളിച്ചത്. എന്തിനാ വിളിച്ചത് പറയൂ? താലൂക്ക് ഓഫീസിൽ വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. സാറിനോട് 11 മണിക്ക് എത്തണം എന്ന് പറയാനാ വിളിച്ചത്. അല്ല, താലൂക്ക് ഓഫീസിൽ ഇന്ന് 11 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന്. തഹസിൽദാർ സ്ഥലത്തില്ലാത്തോണ്ട് കളക്ടറേറ്റിൽ നിന്ന് വിളിച്ചത്. കളക്ടറേറ്റിൽ നിന്ന് ആരോ മീറ്റിങ്ങിന് വരുന്നുണ്ടെന്ന്. ഇത് പറയാനാ ഞാൻ കാത്തു നിന്നത്. പക്ഷേ സാർ വേറെ എന്തൊക്കെയോ പറഞ്ഞു. അതെന്തായിരുന്നു സാർ? ഒന്നുമില്ല. താങ്കൾ അല്ല സ്വയം വയ്ക്കോ. ഹലോ, ഞാനാ. നീ കോടതി പോയില്ലേ? ആ പോവാൻ റെഡിയാവുന്നു. 10 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. 10:15 എനിക്ക് ഇറങ്ങിയാ പോരെ. ഇതെന്താ മോനോട്ട് ഇപ്പൊ വിളിച്ചത്? സ്വയംപ്രയ്ക്ക് ഫോൺ ചെയ്ത് നീ കള്ളം പറഞ്ഞാണല്ലേ? നീ അങ്ങനെ പറഞ്ഞാണ് ഞാൻ ആകെ നാണം കിട്ടു. അത് കൊള്ളാം. ഞാൻ ഫോൺ വിളിച്ചിരുന്നെങ്കിൽ മോഹനേട്ടന്റെ മാനം പോവാരെന്നുള്ളത് സത്യം. ഫോൺ വിളിക്കാതിരിക്കും എങ്ങനെയാണ് നാണം കെടുത്തത്? നീ വിളിച്ചതാണല്ലോ ഞാൻ കരുതിയത്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കരുതുന്നതാണ് മോഹനേട്ടന്റെ കുഴപ്പം. ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ. ഇനിയും മോഹനേട്ടൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലേ ഞാൻ താമസിക്കും. കൃത്യം 10:00 എന്നില്ലെങ്കിൽ മാധവൻ സാർ ചൂടായാലോ. അപ്പൊ ശരി. ഹലോ, ലഭിച്ചിട്ടുണ്ട്. അയ്യോ, താലൂക്ക് ഓഫീസിൽ പോണല്ലോ. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വരികയായിരുന്നു സാറിനെ കാണാൻ വേണ്ടി. എന്താ ശശാങ്ക കാര്യം? LP സ്കൂളിനടുത്തുള്ള ഒരു 20 സെന്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചു. അതിന്റെ പോക്കുവരവിന് ഒരു അപേക്ഷ തരാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ അത്യാവശ്യമായിട്ട് താലൂക്ക് ഓഫീസ് വരെ പോകുക. കളക്ടറേറ്റിൽ നിന്ന് വരുന്നവരുമായിട്ട് ഒരു യോഗമുണ്ട്. ഓ, പോക്കുവരവുള്ള അപേക്ഷ കാഞ്ചനയുടെ കയ്യിൽ കൊടുത്താൽ മതി. ശരി സാറേ. ആഹാ, ആളെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ വക്കീല്. ആരാത്? സാറിനറിയില്ലേ, മാധവൻ വക്കീല്. മാധവൻ വക്കീല്. മാധവൻ വക്കീൽ. ആള് ലോക തരികടയാണ് സാറേ. ഇയാൾക്ക് കേസ് വാദിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ എങ്ങനെയെങ്കിലും കക്ഷികളെ സ്വാധീനിച്ച് കേസ് ഒപ്പിക്കും. എന്നിട്ടത് ജോലി അറിയാവുന്ന ഏതെങ്കിലും ഒരു വക്കീലിന് മറിച്ചു കൊടുക്കും. സാറിന്റെ ഭാര്യയും ഇയാളുടെ കേസ് വാദിക്കാറുണ്ട്.
പറഞ്ഞിട്ടില്ല ഇയാളെ പറ്റി. കൃത്യം മാധവ് സാറാണ് വിളിച്ചത്. ഒരു പുതിയ കേസുണ്ട്, അതിൽ സാറിനെ ഒന്ന് സഹായിക്കാവോന്ന്. പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്ന് ഇയാളെ കണ്ണെടുത്ത കണ്ടുകൂടാ. പക്ഷെ ഒരു നാണോ ഇല്ലാതെ ഇയാൾ കാല് പിടിക്കും. അപ്പൊ പിന്നെ ജീവിച്ചു പോട്ടെ എന്ന് കരുതി അവരങ്ങ് സമ്മതിക്കും. ഇപ്പോഴാരെയോ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു സാറേ, ശരി. ചുരുക്കി പറഞ്ഞ മോഹനേട്ടന്റെ സകല കണക്കൂട്ടലും തെറ്റിപ്പോയി. ഞാൻ അതിബുദ്ധിമാനായ ഒരു വില്ലേജ് ഓഫീസറാണ്. എന്റെ എല്ലാ കണക്കൂട്ടലുകളും എപ്പോഴും ശരിയായിരിക്കും എന്നാണല്ലോ മോഹനേട്ടൻ സാധാരണ പറയാറുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും മോഹനേട്ടൻ എന്റെ സ്വഭാവത്തിനെ കുറിച്ചുള്ള ഒരു കണക്കൂട്ടൽ എന്താ ശരിയാവാത്തത്? ഒരാളെ പറ്റി പതിവില്ലാതെ വാതോരാതെ ഞാൻ പുകഴ്ത്തി പറയുമ്പോ അതിലെന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന് കണക്കൂട്ടേണ്ടതല്ലായിരുന്നു മോഹനേട്ടാ. മോഹനേട്ടനെ ഒന്ന് പ്രകോപിപ്പിക്കാന്നുള്ള ഒരൊറ്റ ഉദ്ദേശം എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ മോഹനേട്ടൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? അതിബുദ്ധിമാനായ വില്ലേജ് ഓഫീസർ ആ ഉത്തമനെ കൂട്ടുപിടിച്ചപ്പോഴേ സംഗതി എല്ലാം കുളവായി. അതിനെ ഭാര്യ വേറെ ആളെ പറ്റി പോഴ്ത്തി പറയുമ്പോ ഏത് ഭർത്താവായാലും ഒന്ന് പേടിക്കും. അവ ചിലപ്പോ ഇങ്ങനെ കാണിച്ചെന്നും ഇരിക്കും. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഇതുപോലെയൊക്കെ പറ്റിയെന്നും ഇരിക്കും. എന്നാലും സ്വയംപ്രഭയുടെ അടുത്ത് പോയി ഇതൊക്കെ വിളിച്ചു പറയണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീ സ്വയംപ്രഭ വിളിച്ചെന്ന് പറയുമ്പോ പിന്നെ എനിക്ക് എന്റെ മാനം രക്ഷിക്കണ്ടേ? മോഹനേട്ടന്റെ മാനം കളയുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യാൻ സാധ്യതയില്ല എന്ന് ആലോചിക്കുന്നല്ലായിരുന്നോ കൂടുതൽ എളുപ്പം? മോഹനേട്ടാ, ഉത്തമൻ വിസ്തരിച്ച കഥ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് അത് മുഴുവൻ നുണയാണ്. ജീവിതത്തിൽ ഇന്നുവരെ എന്നോടൊന്ന് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കാത്ത മോഹനേട്ടൻ സ്വയംപ്രഭയോട് അങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇനിയിപ്പോ മോഹനേട്ടൻ സ്വയംപ്രഭയെ പ്രേമിക്കാൻ പോയാലും സ്വയംപ്രഭ മോഹനേട്ടനെ പ്രേമിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ? 4-5 കൊല്ലമായി മോഹനേട്ടനോട് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടും ഇനിയും സ്വയംപ്രഭയ്ക്ക് മോഹനേട്ടനോട് പ്രേമം തോന്നുകയാണെങ്കിൽ അവൾ എന്തൊരു പൊട്ടിയായിരിക്കണം? ബോധമുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് മോഹനേട്ടനെ പ്രേമിക്കുവോ? നീയോ? ഞാനോ? എനിക്ക് ചില സമയത്ത് തീരെ ബുദ്ധി കുറവാ. അതുകൊണ്ടല്ലേ ഞാൻ ഈ സാറിനെ ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടേയിരിക്കുന്നത്. കണക്ക് കൂട്ടലുകൾ നടത്താൻ വില്ലേജ് ഓഫീസറെ കഴിഞ്ഞേ നാട്ടിൽ ആളുള്ളൂ എന്നത് പരസ്യമായൊരു രഹസ്യമാണ്. പക്ഷെ കണക്ക് കൂട്ടി ഒടുവിൽ അത് കണക്കേ അല്ലാതാവുന്ന ഒരു വിചിത്ര കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു തീർത്തത്. സത്യഭാമ കുഴിച്ച സകല കുഴിയിലും വീണ ഈ മർക്കട മുഷ്ടിക്കാരനെ സത്യഭാമ തന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തേക്ക് വിടാം.